ഹലോ 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 അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ ഞങ്ങൾ ഇന്നൊരു പൂരത്തിന് പോകുക കേട്ടോ. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഫുൾ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് എങ്ങനെയെന്നൊക്കെ നമുക്ക് വരുന്നടിച്ച് കാണാം. അപ്പം നമുക്ക് എന്തായാലും അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഞാനിടുന്നൊരു സ്കേർട്ടും ടോപ്പുമാണ് കേട്ടോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്കേർട്ടാണിത്. അപ്പോൾ എന്തായാലും അതിട്ടിട്ട് വരാം. കുഞ്ഞാവ് ഞാൻ സ്കേർട്ടും ടോപ്പ് ഇട്ട് വന്നപ്പോഴേക്കും അവൾ കുപ്പായം കൊണ്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഫാമിലിയായിട്ട് മൊത്തത്തിലാണ് പൂരത്തിന് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ബസ്സിന് പോകാമെന്നുള്ളൊരു പ്ലാനാണ്. പെട്ടെന്ന് മാറ്റി വരാനൊക്കെ ഏൽപ്പിച്ചിട്ട് എന്നെയും മോളെയും കൂടി പറഞ്ഞയച്ചാട്ടോ. അച്ഛനും അമ്മയും ഞാനും മോളും കൂടിയാണ് പോണത്. ഏട്ടൻ പിന്നെ പണിയൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ പൂരവിശേഷം മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഷോർട്സ് മാത്രം കണ്ട് ഞങ്ങളിൽ ഇഷ്ടപ്പെട്ട കുറേ പേര് ഇത് കാണുന്നുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കണം കേട്ടോ. എനിക്ക് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കധികം കമൻറ്റ് വരാറില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടണം. അപ്പോൾ ഒരുങ്ങി കെട്ടി ഇറങ്ങിയപ്പോഴതാ ബസ് പോയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. ഓട്ടോനെ വെയിറ്റ് ചെയ്ത് വിളിക്കുക കേട്ടോ. അപ്പോഴേക്കും അമ്മയും അച്ഛനും വന്നു. ഞങ്ങൾ ഒരുങ്ങി കെട്ടി ഫ്രണ്ടിലിങ്ങനെ വന്നിരിക്കുക. അപ്പോൾ വണ്ടി വിളിച്ചിട്ടും ഇതുവരെ വരാത്തതിൻ്റെ എല്ലാ ശാഠ്യവും ദേഷ്യവും അച്ഛൻ്റെ മേലെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നൊരു വണ്ടി വരത്തെ കണ്ടപ്പോൾ ബസ്സിന് പോകാമെന്ന് വീണ്ടും തീരുമാനിച്ച് പോകാനിറങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടി എത്തി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോകാം കേട്ടോ. അപ്പോൾ പൂരം ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇതെവിടെ നടക്കണമെന്ന് വെച്ചാൽ കൊടുമുടിക്കാവ് എന്നുള്ളൊരു അമ്പലത്തിലാണ് കേട്ടോ. ഞങ്ങളിവിടെ അടുത്താണ്, ഒത്തിരി ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഫാൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂരം കാണാൻ പോകുന്നവർക്ക് എന്തായാലും ഈ മിസ്റ്റേക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മളെന്തായാലും പൂരപ്പറമ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി വഴിയിൽ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നടന്നു. അതായത് ഫസ്റ്റ് വേല പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പാനിപൂരി ഓ മൈ ഗാഡ്, ഏത് പൂരത്തിന് പോയാലും ഞാനിത് മറക്കാതെ കഴിക്കും. പക്ഷേ പാനിപൂരി അല്ല കേട്ടോ, മസാല പൂരിയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് കൂടി നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഒരു തിരക്കില്ല. വണ്ടി നിർത്തണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ പൂരം അമ്പലത്തിലെത്തി ഒന്ന് തൊഴാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ പോകുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ പൂതനയും തറയും കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് വന്നിട്ടുണ്ടായിരുന്നോട് ഇനിയും വരാണ്ടെന്നൊക്കെ അവർ പറയുന്നത് കേട്ടായിരുന്നു. ഞങ്ങളെന്തായാലും കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നിട്ട് അകത്ത് പോയി തൊഴാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. കയറുമ്പോൾ കുഞ്ഞാവിടെ കയ്യിൽ ഷൂ ആയിരുന്നു. നമ്മൾ ഷൂവൊക്കെ ഊരി വെച്ചിട്ട് പെട്ടെന്നുള്ളിൽ കയറി തൊഴാമെന്നുള്ള പ്ലാനായി. ഒരു തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അമ്പലത്തിൽ ആ സമയത്ത് ആരുമില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടോ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഓക്കെ. അതായത് പൂരത്തിന് വന്നിട്ട് അമ്പലത്തിൽ പോയി തൊഴുന്നത് എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസാണ്. ഞാൻ എപ്പോഴും ഈ വേല വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേ അധികം പൂരത്തിന് എത്താറുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പുറത്ത് വന്നപ്പോൾ വീണ്ടും ഒത്തിരി തറയും പൂതനയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ തീറ്റകളൊക്കെ ഉണ്ടിട്ട് ഇതിൻ്റെ ഇടയിൽ പൂരത്തിന് വന്ന തീറ്റ മസ്റ്റാണല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ.
കടലയും കുറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ തറയും പൊതിനൊക്കെ തെറിച്ച് പോകുന്നത് കേട്ടോ. തറയും പൊതിനും തെറിച്ച് പോകുമ്പോൾ കളിച്ചുകൊണ്ട് തന്നെ പോകണം എന്നൊക്കെ ഉണ്ട് ശരിക്കും. പക്ഷെ കുരുമടിയന്മാർ അങ്ങനെ കളിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇവർ നല്ല വ്യക്തമായിട്ട് കളിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. ഇക്കാര്യം എനിക്കറിയില്ലായിരുന്നു, അമ്മ പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കറിഞ്ഞത്. അപ്പോൾ നമ്മൾ തറയും പൊതിയൊക്കെ തിരിച്ചു പോകുമ്പോൾ ഒത്തിരി തറയും പൊതി വന്നത് കേട്ടോ. വേലയായിട്ടും പിന്നെ അവിടെ അമ്പലത്തിൻ്റെതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതേ നമ്മുടെ ഓരോ വേലകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്നതിൻ്റെ പേര് എനിക്കറിയാമായിരുന്നു, ഇപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ കാളവേല, ഇവിടെ മെയിൻ കാളവേലയാണ് മസ്റ്റായിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഓരോ വേലകൾ വരാൻ തുടങ്ങി. ഞങ്ങൾ വിചാരിച്ചു ഇത്ര നേരത്തേക്ക് വരണം തുടങ്ങിയപ്പോൾ ബാക്കിലായിട്ട് വേലകൾ വരുമെന്ന്. അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്, എല്ലാം മറിച്ചായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ നല്ല ഭംഗിയുള്ളൊരു സൂര്യനെ ഭംഗിയുള്ളത് കണ്ട നമ്മൾ ആരും വീഡിയോ എടുക്കാത്തത്. അത്ര ഭംഗിയാണ് സൂര്യനെ കാണാൻ. ഈ മോർണിംഗിലൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമുള്ളത് ആരെങ്കിലും ഉണ്ടോ? മിക്കവരും ആരും കാണുന്നുണ്ടാവില്ല അല്ലേ. ഞാനും അധികമൊക്കെ കാണാറുണ്ട് കേട്ടോ സൂര്യനെ. പക്ഷേ എങ്കിൽ നേരത്തെ ഉദിച്ച് വരുമ്പോഴൊന്നുമല്ല, ഒത്തിരി വൈകിട്ടൊക്കെ കാണും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം ഇരുന്നിട്ട് ഒന്നും കാണാതായപ്പോൾ ഞങ്ങൾ പോരല്ല, വഴിയിലൂടെ നമുക്ക് ഒത്തിരി നടക്കാറുണ്ട്. അപ്പം ഞങ്ങൾ വഴിയിൽ കൂടെ പോരുന്നു, ഡേ വരുന്നു സെക്കൻഡ് വേല, അതും കാളയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ സൈഡായി നിന്നിട്ട് കാള വരുന്നതൊക്കെ നല്ല വൃത്തി കണ്ടിരുന്നു. ഇതിലെ മിസ്റ്റേക്ക് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് പൂരത്തിന് വേലയൊക്കെ വരുന്നത് കാണാനും ഒക്കെയല്ലേ നമ്മൾ പോകുന്നത്. പക്ഷെ ഞങ്ങൾ പോകും വഴിയാണ് എല്ലാ വേലയും കണ്ടുപോകുന്നത്. ഈ വേലയുടെ കാലത്ത് എത്ര പിള്ളേരെ ചെറുക്കുന്നത് അല്ലേ, എന്ത് റിസ്ക്കായിരിക്കും. പക്ഷെ കുഞ്ഞു മക്കളല്ലേ, നടക്കാനും വേണ്ടേ ബുദ്ധിമുട്ട്, പാവം. ഒത്തിരി വേലകളുണ്ടായിരുന്നു. ഒക്കെ ഇങ്ങനെ കാളയായിരുന്നു കേട്ടോ. പിന്നെയാണ് നമുക്ക് പൂതലും തറയൊക്കെ കാണാൻ തുടങ്ങിയത്. അത് 1-2 എങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം കാളവേലയായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങളെല്ലാ വേലയും കണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഈ വരുന്നതും ഒരു പൂതനും തറ. ഇത് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തായമ്പക, അതായത് ഈ തായമ്പക കൊട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നത്. ഒരു പ്രത്യേക ഫീലാണല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെണ്ടമേളം കേൾക്കാൻ. മറ്റെന്തിനേക്കാളും കൂടുതൽ അത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് അതൊക്കെ കണ്ട് ആ വളവിൽ, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വളവിൽ കുറച്ച് നേരം നിന്ന് കളിച്ചിട്ടൊക്കെയാണ് അവർ പോയത്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് ഞങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇനി ഒത്തിരി പൂരങ്ങൾ വരികയല്ലേ. കുട്ടി ഉണ്ടായതുകൊണ്ട് നമുക്ക് വാശി പിടിക്കുന്നതെല്ലാം വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ അത്രയ്ക്ക് വാശി പിടിക്കാനാവാത്ത ഒരു കുഞ്ഞായതുകൊണ്ട്, കാരണം 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്നാലും ഞങ്ങൾക്ക് അവൾ ആവശ്യപ്പെടുന്നതൊക്കെ മേടിച്ചെടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പൂതലും തറം കിടന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞങ്ങളൊരു വേല കണ്ടത്. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വേലയൊക്കെ ഇങ്ങനെ നടന്ന് വന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളറിയാവുന്ന ഒത്തിരി പേര് തിരിച്ച് പൂരം കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. അതായത് ഞങ്ങൾ പോരുകയാണ്, അവരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് പാനിപൂരി മസാലപൂരി ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം കുഞ്ഞാവ ഭയങ്കര കുറുമ്പായിരുന്നു, നമുക്ക് വേഗം പഠിക്കത്തണം. ഇതൊത്തിരി വലിയ കാളയാണ് കേട്ടോ. ഇനിയും ഒത്തിരി കാളകളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് റോഡാണ്. ഇതിൻ്റെ മെയിൻ റോഡിലാണ് എല്ലാ വേലകളും നിൽക്കുക. അത് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വേലകളെല്ലാം അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ ഈ സൈഡ് റോഡിൽ കൂടെ പറഞ്ഞു വിടത്തുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടോ. ഞങ്ങൾ പോകുന്ന സമയമായപ്പോഴേക്കും നല്ല ഇരുട്ടായി. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ വന്നിട്ടില്ലല്ലോ, അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ചെറിയ കാളയ്ക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത, ഞാൻ കുഞ്ഞൊരു കാളയെ കണ്ടു കേട്ടോ. അതിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടം. നല്ല ക്യൂട്ട്, നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ള മുഖം, പക്ഷെ വലുതാവുന്നോളം വേറെ എന്തൊക്കെയോ ആയ പോലെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടൗണിൽ നിറയെ വേലകൾ നിർത്തിയിട്ട് കാണും. അപ്പോഴേക്കും ഏട്ടൻ വന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ പൂര വിശേഷം ഇത്രേ ഉള്ളൂ. ടാറ്റാ.